ഇന്ന് നമ്മൾക്ക് ഒരു വെള്ളക്കടലയുടെ കുറുമ കണ്ടാലോ. വെള്ളക്കടലയുടെ പലതരത്തിലുള്ള ഡിഷസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു കുറുമയായാലോ. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. ഓവറായിട്ട് ബ്രൗൺ കളർ ആവണ്ട, എന്നാലും കുറച്ച് ഒന്ന് നമ്മളൊന്ന് വഴറ്റി എടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും ഇടാം. ഞാനിവിടെ അത് അല്ലാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. അതിലേക്ക് നമ്മൾ സ്പൈസസിന് വേണ്ടി 2-3 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് ക്യാരറ്റ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ബീൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് തക്കാളി, ഒരു ചെറിയ 2 തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഇതിലേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഓവറായിട്ട് ഈ തക്കാളിയും ഓവറായിട്ട് കുക്കാവണ്ട. അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ച് കടല നമ്മൾ ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടൈമിൽ ക്യാരറ്റ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനായ സ്പൈസസ് ആണ് ചേർക്കുന്നത്. മുളക് പൊടി നമ്മൾ അധികം ചേർക്കുന്നില്ല, എന്നാൽ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നമ്മൾക്ക് കടലയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും കുറച്ച് അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് സമയം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലസ് തയ്യാറാക്കാം. അതിന് വേണ്ടി തേങ്ങ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് പെരുംജീരകം. ഈ പെരുംജീരകം കുറച്ച് കൂടിപ്പോയി, ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കനുസരിച്ചിട്ട് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ 2 പീസ് ഏലക്കയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക പിന്നെ അതിന് കസ്കസില്ലേ, കസ്കസ് ഇട്ട് നല്ലൊരു ടേസ്റ്റ് തരും ഇതിന്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കസ്കസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ആ നേരത്തെ വെച്ച് കടലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിള വരുമ്പോൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ നന്നായിട്ട് പേസ്റ്റാക്കി തന്നെ അരയ്ക്കണം. നന്നായിട്ട് അരച്ചിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കടലയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് നിങ്ങൾ നോക്കിയിട്ടൊക്കെ വേണം ഉപ്പൊക്കെ ഇടാൻ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഗരം മസാല നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്തിൽ പെരുംജീരകം ഇട്ടതുകൊണ്ട് ഗരം മസാല നിങ്ങൾക്ക് പെരുംജീരകം വേണ്ടെങ്കിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ മസാലാസ് ആഡ് ചെയ്യുമ്പോൾ ഗരം മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, പെരുംജീരകം ആഡ് ചെയ്തത് കൊണ്ടാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. എണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം വേറെ എണ്ണ ഒഴിക്കാവൂ. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയിട്ട് താളിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒത്തിരി നേരം ഇട്ട് കുക്ക് ചെയ്യണം എന്നില്ല. അതിൻ്റെ ജസ്റ്റ് നല്ലപോലെ തിള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലയുടെ ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിനും അതുപോലെ ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ദോശയ്ക്ക് നല്ലതാണ്. നല്ല